അവരുടെ പുറകെ ആദ്യം പോയിരുന്നു. അവൻ്റെ കയ്യിൽ ഫുഡ് കൊടുത്ത് അവൾ തിരിച്ചു പോരുമ്പോഴാണ് ബാൽക്കണിയിൽ നിന്നും ഫോൺ വിളിക്കുന്ന ഹരിയെ കണ്ടത്. അവൾ അവൻ്റെ അടുത്തേക്ക് പോവാൻ നിന്നതും അപ്പോഴാണ് അവൻ പറയുന്നത് കേട്ട് ആദ്യം ഞെട്ടിത്തരിച്ചു നിന്നു. വാപ്പൊത്തി പൊട്ടിക്കരഞ്ഞ് റൂമിലേക്ക് ഓടിപ്പോയി. ഞാനിനി എന്തിനാ അയാളെ സ്വപ്നം കണ്ട് നടക്കുന്നത്? എന്നെ എന്തിനാ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? എൻ്റെ ഇഷ്ടം പറയുന്നതിന് മുൻപ് തന്നെ അയാൾക്ക് വേറെ ഇഷ്ടമുണ്ടെന്നറിഞ്ഞത് നന്നായി. അല്ലെങ്കിൽ എല്ലാവരെയും മുന്നിൽ വെച്ച് ഞാൻ അതും പറഞ്ഞവൾ പൊട്ടിക്കരഞ്ഞു. ഇനിയില്ല, എൻ്റെ സ്നേഹം ഞാൻ ഇതോടെ എൻ്റെ മനസ്സിൽ നിന്നും എടുത്തു കളഞ്ഞു. ഇനി കിട്ടാത്തതിന് വേണ്ടി ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. അവൾ എന്തൊക്കെയോ മനസ്സിൽ ഉറപ്പിച്ച് ബാത്റൂമിൽ പോയി ഫ്രഷായി താഴേക്ക് പോയി. ആദ്യം കണ്ണു തുറന്നത് ലച്ചുവായിരുന്നു. മുത്തശ്ശിയുടെ കൈകളെല്ലാം തന്നെ ചുറ്റിപ്പിടിച്ചിരിക്കുന്നതെന്ന് മനസ്സിലായി അവൾ. ബലിഷ്ഠമായ കൈകളാണെന്നും അത് തൻ്റെ പ്രാണനാണെന്നും മനസ്സിലാക്കിയ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. നിഷ്കളങ്കതയോടെ ഉറങ്ങുന്ന അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു. ഉറങ്ങുമ്പോൾ എന്താ നിഷ്കളങ്കത? ഉണർന്നാലേ തനി ചെകുത്താനാ. ഈ മുഖം കണ്ടുകൊണ്ടിരിക്കാൻ എന്ത് ഇഷ്ടമായി എനിക്ക്. അതിനെന്നോട് ശരിക്കും മിണ്ടിയാലല്ലേ? ഞാനല്ലേ അങ്ങോട്ട് മിണ്ടാത്തത്? പേടിച്ചിട്ടാണ് കണ്ണേട്ടാ. എന്നെ സ്നേഹിക്കുന്നവർ അധികമായി ഈശ്വരൻ കൊടുക്കുന്നില്ല. എത്രയും പെട്ടെന്ന് അങ്ങോട്ടേക്ക് വിളിക്കും. അത് പേടിച്ചിട്ടാണ്. കണ്ണേട്ടനോട് എനിക്ക് അടുക്കാൻ പേടി, അല്ലാതെ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല. അതും പറഞ്ഞവൾ അവൻ്റെ കവിളിൽ ചുണ്ടുകൾ ചേർത്തു. തൻ്റെ കവിളിൽ തണുപ്പറിഞ്ഞതും അവൻ ഉണർന്നു. അത് കണ്ട് ലച്ചു ഒന്നും അറിയാതെ കണ്ണുകൾ അടച്ചു കിടന്നു. അവൻ അവളുടെ സ്പർശനം അറിഞ്ഞതും അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. കള്ള ഉറക്കമാണെന്ന് മനസ്സിലായതും അവൻ ബെഡിൽ നിന്നും എണീറ്റ് പോയി ബാത്റൂമിൻ്റെ വാതിൽ തുറക്കുന്ന സൗണ്ട് ഉണ്ടാക്കി. അത് കേട്ടതും അവൻ ബാത്റൂമിലേക്ക് പോയി എന്ന് കരുതി അവൾ പതുക്കെ കണ്ണു തുറന്നു. ബെഡിൽ എണീറ്റിരുന്ന് അവൾ ഷെൽഫിൻ്റെ അടുത്തേക്ക് പോയതും അവളുടെ വയറിൽ തണുപ്പറിഞ്ഞ് അവളുടെ ശരീരത്തിലൂടെ ഒരു മിന്നൽ പിണർ പാഞ്ഞുപോയി. എടി ഭാര്യ, നിന്റെ കള്ളക്കളി എൻ്റെ അടുത്ത് വേണ്ട മോളെ. അവൻ അവളോട് അങ്ങനെ പറഞ്ഞുകൊണ്ട് അവളുടെ പിൻകഴുത്തിൽ അവൻ്റെ മുഖം കൊണ്ടുരസി. അവൾ മുഖമൊന്ന് വെട്ടിച്ചതും അവൻ അവളുടെ വയറിൽ അവൻ്റെ കൈകൾ കൊണ്ടമർത്തി. അവളൊന്ന് ഞെട്ടിച്ചരിച്ചു. അവൻ്റെ നെഞ്ചിൽ തലവെച്ച് അവനെ കെട്ടിപ്പിടിച്ചു. ആ തക്കം നോക്കി അവൻ അവളുടെ തല ഉയർത്തി അവളുടെ ചുണ്ടിലേക്ക് അവൻ്റെ ചുണ്ടുകൾ അടുപ്പിക്കാൻ നിന്നതും ഏട്ടാ. അവരുടെ റൂമിൻ്റെ വാതിൽ തട്ടി അപ്പോൾ തന്നെ ലച്ചു ഞെട്ടി അവനെയും തള്ളി മാറ്റി ബാത്റൂമിലേക്ക് പോയിരുന്നു. ഇപ്പം രക്ഷപ്പെട്ടു. ഇനി നീ എൻ്റെ കൈകളിൽ തന്നെ എത്തും, നോക്കിക്കോ. അതിന്ന് തന്നെ. അപ്പോൾ നീ എങ്ങനെ രക്ഷപ്പെടുമെന്ന് നമുക്ക് നോക്കാം. അവൻ ബാത്റൂമിലേക്ക് നോക്കിക്കൊണ്ട് അങ്ങനെ പറഞ്ഞു. അവൻ്റെ സംസാരം കേട്ട് അവൾ വാ പൊത്തി ചിരിച്ചു. അവൻ ഡോറിൻ്റെ അടുത്തേക്ക് പോകുന്നത് കണ്ട് അവൾ ഷെൽഫിൽ നിന്ന് ഒരു ഗോൾഡൻ കളർ ചുരിദാർ എടുത്ത് ബാത്റൂമിലേക്ക് ഓടിപ്പോയി. ഏത് തെണ്ടിയാണാവോ കൃത്യസമയത്ത് തന്നെ വന്നത്? അതും പറഞ്ഞവൻ വാതിൽ തുറക്കാൻ പോയി മുന്നിൽ നിൽക്കുന്ന സൂര്യനെ കണ്ടതും അവന് ദേഷ്യം നിറഞ്ഞു. എന്തിനാ തെണ്ടി നീ ഈ സമയത്ത് തന്നെ ഇങ്ങോട്ട് വന്നത്? ഒന്നും മനസ്സിലാവാതെ സൂര്യ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു. അല്ല, ഞാൻ വന്നത് എന്തിനാ? ഏട്ടനിങ്ങനെ ദേഷ്യം പിടിക്കുന്നത്? ഏട്ടൻ ഉറങ്ങായിരുന്നോ? അപ്പോഴാണ് അവൻ പറഞ്ഞത് എന്തായെന്ന് മനസ്സിലായത്. സോറി സൂര്യ, ഞാൻ ഓഫീസിലെ വർക്കിൻ്റെ എന്തോ ചെയ്തിരിക്കുമ്പോഴാണ് വന്നത്. അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അല്ല, നീ എന്തേ വന്നത്? എന്താ കാര്യം? അതേട്ടാ, മുത്തശ്ശി ഏട്ടനെയും ഏട്ടത്തെയും അന്വേഷിച്ചു. നിങ്ങളോട് താഴേക്ക് വരാൻ പറഞ്ഞു. എന്തോ അത്യാവശ്യമായി എന്തോ പറയാനാണെന്ന് എന്നോട് പറയാൻ പറഞ്ഞു. നീ പോയിക്കോ, അവൾ കുളിക്കുക. അത് കഴിഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് വരാം. ശരി ഏട്ടാ. അതും പറഞ്ഞവൻ അവിടെ നിന്നും പോയി. നാദ് ഡോറടച്ച് ബെഡിൽ പോയിരുന്നു. അപ്പോഴേക്കും അവൾ കുളി കഴിഞ്ഞു വന്നിരുന്നു. ആരാ വന്നത് കണ്ണേട്ടാ? അത് സൂര്യയാണ്. മുത്തശ്ശി താഴേക്ക് വരാൻ പറഞ്ഞു. എന്തോ അത്യാവശ്യമായി എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞു. എന്നാ വാ, പോയി നോക്കാം. ആദ്യം നീ ഇവിടെ ഇരിക്ക്. അവൻ അവളെ കയ്യിൽ പിടിച്ച് ബെഡിലിരുത്തി. അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അല്ല, നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് വന്നത് മുതൽ നീ എന്തെങ്കിലും കഴിച്ചോ? അവളൊന്നും മിണ്ടാതെ തല താഴ്ത്തിയിരുന്നു. അവൻ കൈകൾ കൊണ്ട് അവളുടെ താടിയിൽ പിടിച്ച് അവിടെ തല ഉയർത്തി. നീ ഞാൻ ചോദിച്ചതിന് മറുപടി പറ. അത് എണ്ണേട്ടാ, ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല അല്ലേ? പിന്നെ എങ്ങനെ നിനക്ക് ക്ഷീണം വരാതിരിക്കും? എന്തെങ്കിലും കഴിച്ചാലല്ലേ എണീറ്റ് നടക്കാൻ പറ്റൂ? അതെങ്ങനെ പറഞ്ഞനുസരിക്കില്ലല്ലോ. ഞാൻ അടുത്തേക്ക് വരുന്നത് തന്നെ ഇഷ്ടമല്ല, പിന്നെങ്ങനെ? അവനെ പറയാൻ സമ്മതിക്കാതെ അവൾ അവൻ്റെ വാപ്പൊത്തി അവനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. എനിക്കെന്നെ ഏട്ടനെ ഇഷ്ടമില്ല എന്ന് പറയരുത്. എനിക്കൊരുപാട് ഇഷ്ടമാണ്. എൻ്റെ മരണം വരെ ഏട്ടനെൻ്റെ കൂടെ വേണമെന്നാണ് എൻ്റെ ആഗ്രഹം. അത് പറഞ്ഞവൾ അവനെ മുറുക്കെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അയ്യേ, എൻ്റെ പെണ്ണ് ഇത്രയേ ഉള്ളൂ. ഞാൻ തമാശ പറഞ്ഞതല്ലേ, കരയാതെ പെണ്ണേ. അതും പറഞ്ഞവൻ അവളെ തൻ്റെ നെഞ്ചിൽ നിന്നും അടർത്തി മാറ്റി
അടുത്ത ടേബിളിൽ നിന്നും അവൾക്കുള്ള ഫുഡ് എടുത്ത് അവൻ തന്നെ അവൾക്ക് വാരിക്കൊടുത്തു. അവൻ ഓരോരുള്ള വായിൽ വെക്കുമ്പോഴും അവൾ അവന് തന്നെ കണ്ണിമ വയ്ക്കാതെ നോക്കി നിന്നു. നീ എന്താ പെണ്ണെ, എന്നെ കണ്ടിട്ടില്ലേ ഇങ്ങനെ നോക്കി നിൽക്കാൻ? എനിക്ക് എൻ്റെ അമ്മയെ ഓർമ്മ വന്നു. എന്നെ സ്നേഹിക്കാനും ഇങ്ങനെ ചോറ് വാരി തരാനും എനിക്ക് ആരും ഉണ്ടായിരുന്നില്ല. അതൊന്നുമില്ലെങ്കിലും കുഴപ്പമില്ല, സ്നേഹത്തോടൊരു വാക്ക് അതാരും എന്നോട് പറഞ്ഞിരുന്നില്ല. എൻ്റെ അച്ഛൻ എൻ്റെ അടുത്തേക്ക് വരുമ്പോഴേക്കും ചെറിയമ്മ വഴക്ക് പറയും. അതും പറഞ്ഞവൾ പൊട്ടിക്കരയാൻ തുടങ്ങി. അവൻ അവളെ ചേർത്ത് പിടിച്ച് അവളുടെ തലയിൽ തലോടി. ഇനി എൻ്റെ പെണ്ണ് കരയരുത്, പഴയതൊന്നും ഓർത്ത് കരയരുത്. ഇനി എന്തിനും ഏതിനും അച്ഛനായും അമ്മയായും എല്ലാമായും ഞാനുണ്ട് കൂടെ. അതും പറഞ്ഞവൻ അവളുടെ നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്തു. അവൻ അവൾക്ക് അപ്പോഴും വാരിക്കൊടുത്ത് കൈ കഴുകി അവർ രണ്ടുപേരും താഴേക്ക് പോയി. അവർ വരുന്നത് കണ്ടത് മുത്തശ്ശിയുടെ കണ്ണ് നിറഞ്ഞു. തൻ്റെ മകനും അരുന്ധതിയും വരുന്നത് പോലെ തോന്നി അവർക്ക്. എന്താ മുത്തശ്ശി, ഞങ്ങളെ ഇതുവരെ കണ്ടിട്ടില്ലേ? ഇല്ല, എൻ്റെ മക്കളെ ഞാനിങ്ങനെ ആദ്യമായിട്ടാണ് കാണുന്നത്. അത് പറഞ്ഞവർ അവരുടെ കണ്ണ് നിറഞ്ഞു. എൻ്റെ മുത്തശ്ശി, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കണ്ണിൽ നിന്നും കരയാനുള്ള കണ്ണുനീർ എവിടെ നിന്നാണ് വരുന്നത്? മുത്തശ്ശിയെ പോലെ തന്നെയാണ് കൊച്ചുമോളും. എന്ത് പറഞ്ഞാലും അവളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരും. അതും പറഞ്ഞവൻ അവളെ നോക്കിയതും അവൾ ചുണ്ട് കൂർപ്പിച്ചു. അവനെ നോക്കി അവിടെ നിന്നും സുലു ചെറിയമ്മയുടെ അടുത്തേക്ക് പോയി. അല്ല മുത്തശ്ശി, എന്തിനാ വരാൻ പറഞ്ഞത്? എന്താ പറയാനുള്ളത്? അത് കണ്ണാ, മുത്തശ്ശി അവനോട് പറയാൻ മടിച്ചു നിന്നു. എന്താ മുത്തശ്ശി, എന്താ പറയാനുള്ളത്? അവൻ അങ്ങനെ പറഞ്ഞതും, അത് നിന്റെയും ഇവളുടെയും വിവാഹം നമ്മുടെ തറവാട് ക്ഷേത്രത്തിൽ വെച്ച് നടത്തുന്നതിന് നിനക്കെന്താ അഭിപ്രായം? എനിക്കൊരു അഭിപ്രായ വ്യത്യാസവുമില്ല, നിങ്ങളെല്ലാവരും തീരുമാനിക്കുന്നത് പോലെ. അങ്ങനെയാണെങ്കിൽ ഉത്സവം കഴിഞ്ഞ് നടത്താമല്ലേ അമ്മേ? ഇന്ദ്രൻ അങ്ങനെ പറഞ്ഞതും എല്ലാവരുടെയും മുഖം പുഞ്ചിരി വിടർന്നു. അതെ ഇന്ദ്ര, അല്ല ഈ കാന്താരിയുടേതും ഇതിൻ്റെ കൂടെ അങ്ങ് നടത്തിയാലോ? പഠിത്തം വിവാഹം കഴിഞ്ഞാലും ചെയ്യാലോ? മുത്തശ്ശി അങ്ങനെ പറഞ്ഞതും ആദ്യം ഞെട്ടി എല്ലാവരെയും നോക്കി. നീ എന്താ അത് എല്ലാവരെയും ഇങ്ങനെ നോക്കുന്നത്? നിന്നെ ആരെങ്കിലും വഴക്ക് പറഞ്ഞോ? പിന്നെന്താ നീ ഇങ്ങനെ തുറിച്ചു നോക്കുന്നത്? അല്ലമ്മേ, ഇവൾക്കുള്ള ചെക്കനെവിടെ? അതൊക്കെയുണ്ട് മക്കളെ. നമ്മളെ നന്നായി അറിയുന്ന കേശവൻ്റെ മകൻ അനിരുദ്ധ്. അവൻ നല്ല പയ്യനാണ്, കയ്യിൽ നല്ല ജോലിയുമുണ്ട്. അത് മതി അമ്മേ, അവൻ ആദിക്ക് നല്ലതുപോലെ ചേരും. അത് തന്നെ ആലോചിക്കാം. അതുകൂടെ കേട്ടതും അവൾ ഒന്നും മിണ്ടാതെ റൂമിലേക്ക് പോയി. എന്തു പറ്റി പെണ്ണിന്? ഇതൊക്കെ കേട്ടിട്ട് ആ പെണ്ണിൻ്റെ മുഖത്ത് സന്തോഷത്തിന് പകരം ഞെട്ടലാണല്ലോ. ഇതൊക്കെ കേട്ട് ഹരി ഒന്നും മിണ്ടാതെ ചിരി കടിച്ചു പിടിച്ചു നിന്നു. നീ എന്താ ഹരി ഇങ്ങനെ ചിരിക്കുന്നത്? നിനക്കുള്ളത് നാളെ അവൾ തന്നോളും. നാദവൻ്റെ മുഖത്തേക്ക് നോക്കി അങ്ങനെ പറഞ്ഞതും ഇത് കേട്ട് ഇന്ദ്രൻ അവിടേക്ക് വന്നു. അത് നീ പറഞ്ഞത് ശരിയാക്കണ്ണ, എന്നാലും അവളുടെ മനസ്സിലുള്ളത് തുറന്നു പറഞ്ഞില്ലല്ലോ അവൾ. ഇപ്പോൾ അവൾ മിണ്ടാതെ പോയതാരും നിസ്സാരമായി എടുക്കേണ്ട. നാളെയെല്ലാം അവൾ അറിഞ്ഞ നമ്മൾ അവളെ പറ്റിച്ചു എന്നറിഞ്ഞ ഭദ്രകാളി ഇളകി വരും, എല്ലാവരെയും ശരിയാക്കും. ഇന്ദ്രൻ അങ്ങനെ പറഞ്ഞതും എല്ലാവരുടെയും മനസ്സിലും അവളുടെ പ്രതികരണം ഓർത്ത് ഞെട്ടിത്തരിച്ചു. ഇനി ബാക്കി നാളെ തീരുമാനിക്കാം. ഇപ്പം എല്ലാം ഫുഡ് കഴിച്ച് കിടക്കാൻ നോക്ക്. അപ്പോഴാണ് നാദിൻ്റെ ഫോൺ അടിച്ചത്. അവൻ ഫോണെടുത്ത് മാറി നിന്നു. എല്ലാവരും സംശയത്തോടെ അവനെ നോക്കി. അല്ല മാധവേട്ട, ഈ ചെറുക്കനിത് എവിടെ പോയി? 2 ദിവസമായി അവൻ വീട്ടിലേക്ക് വന്നിട്ട് ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല. എനിക്കൊരു സമാധാനവുമില്ല. എൻ്റെ മനസ്സ് പറയുന്നു അവനെന്തോ ആപത്ത് പറ്റിയിരിക്കുന്നു എന്നാണ്. നീ വേണ്ടാത്തൊന്നും പറയരുത്, അവനൊന്നും പറ്റിയിട്ടുണ്ടാവില്ല. പിന്നെ അവൻ വരുന്നുണ്ട് ഫിലിപ്പ്, അവൻ വന്നിട്ട് വേണം എല്ലാം ഒന്ന് ശരിയാക്കാൻ. അവരത് പറഞ്ഞിരിക്കുമ്പോഴാണ് അവരുടെ വീടിൻ്റെ ബെല്ലടിച്ചത്. അവർ പോയി തുറന്നതും മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് മാധവൻ്റെ മുഖത്ത് സന്തോഷത്തിൻ്റെ ചിരി വിടർന്നു. പക്ഷേ അയാളുടെ അടുത്ത് നിൽക്കുന്ന ആളെ സംശയത്തോടെ മാധവ് നോക്കി. നീ എന്താ മാധവ എന്നെ ഇങ്ങനെ നോക്കുന്നത്? ഞാനെന്താ ഇത്ര പെട്ടെന്ന് വന്നതെന്നാണ് നീ ചിന്തിക്കുന്നത്? നമ്മുടെ കളി തുടങ്ങാൻ സമയമായി. അല്ല ഫിലിപ്പ്, ഇതാരാണ് നിന്റെ കൂടെ? ഇങ്ങനെ ഒരാളെ കണ്ടിട്ടില്ലല്ലോ. അതൊക്കെ നമുക്ക് പിന്നെ പറയാം. ഇപ്പം നീ ഞങ്ങളെ അകത്തേക്ക് കയറ്റിയിരുത്ത്, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. അത് ഞാൻ മറന്നു, വാ കയറിയിരിക്ക്. മാധവൻ അങ്ങനെ പറഞ്ഞതും അവർ അകത്തേക്കിരുന്നു. മാധവൻ വിളിച്ചു പറഞ്ഞതനുസരിച്ച് അയാളുടെ ഭാര്യ അവർക്ക് കുടിക്കാനുള്ള ജ്യൂസ് കൊണ്ടുവന്നു. ഇനി ഞാൻ നിന്റെ സംശയത്തിനുള്ള ഉത്തരം തരാം. ഇവൻ കേശവൻ നിന്നെ പോലെ തന്നെ അവനെതിരെ പ്രതികാരം തീർക്കാൻ വന്നതാണ്. മാധവനൊന്നും മനസ്സിലായില്ല അയാൾ എങ്ങനെ അവരുടെ ശത്രു എന്നത്. ഫിലിപ്പ് എല്ലാ കാര്യങ്ങളും മാധവനോട് പറഞ്ഞു. നമ്മൾ ഒന്നിച്ചു നിന്നാൽ മാത്രമേ അവനെ ആ നാദിനെ തകർക്കാൻ പറ്റൂ. ഇനി ഒരാളും കൂടെയുണ്ട്, അയാൾ ഓൾറെഡി അവിടെ എത്തിക്കഴിഞ്ഞു. ഫിലിപ്പ് അങ്ങനെ പറഞ്ഞതും ആ 2 പേരും സംശയത്തോടെ നോക്കി. നാദ് ഫോൺ എടുത്തു. ഹലോ സർ, അവർ 2 പേരും ഭയങ്കര ബഹളം വെക്കുന്നു, എന്താ ചെയ്യുക?
ഞാൻ വരാം, അവർക്കുള്ളത് ഞാൻ തന്നെ കൊടുത്തോളാം ഈ ബഹളം വെക്കുന്നതിന്. അതും പറഞ്ഞവൻ ഫോൺ വെച്ചു. നീ ആർക്കാണ് കൊടുക്കാമെന്ന് പറഞ്ഞത്? നീ എന്താണ് കൊടുക്കാൻ കരുതി വെച്ചത്? നാദ വാക്കുകൾ കേട്ടതും ഞെട്ടിത്തെറിച്ചു നിന്നു. നീ എന്താ കണ്ണ ഇങ്ങനെ നോക്കുന്നത്? നീ ഫോൺ നോക്കി നിന്റെ മുഖത്തെ ഭാവം കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എന്തോ നീ ആരും അറിയാതെ തുടങ്ങിയെന്ന്. അത് ചെറിയച്ഛ, എൻ്റെ ഭാര്യയെ ഉപദ്രവിച്ചവരെ ഇല്ലാതാക്കട്ടെ തുടങ്ങിയിട്ടുള്ളൂ. ഈ നാദ് ഇനിയും ശത്രുക്കൾ കളത്തിൽ ഇറങ്ങാനുണ്ട്. പലരും ഇറങ്ങിക്കഴിഞ്ഞു. എല്ലാവരും വരട്ടെ, അതിനുവേണ്ടി തന്നെയാണ് ഞാൻ കാത്തിരിക്കുന്നത്. നാദ് അങ്ങനെ പറയുമ്പോഴും അവൻ്റെ കണ്ണുകളിൽ പകയുടെ അഗ്നി എരിഞ്ഞു. ശരി, നിനക്ക് എങ്ങനെ അവളെ അറിയുന്നത്? അവൾ എങ്ങനെ നിന്റെ അടുത്തെത്തി? അവൾ അനുഭവിച്ചതും അവളെ ഉപദ്രവിച്ചതും അവൻ്റെ അടുത്തെത്തിയതുമെല്ലാം ഇന്ദ്രനോട് പറഞ്ഞു. വിടരുത്, അവരെ ഓരോരുത്തരെയും തിരഞ്ഞു പിടിച്ചില്ലാതാക്കണം. എൻ്റെ ഏട്ടനെ ഇല്ലാതാക്കിയവരെയും ഓരോരുത്തരെയും ഇല്ലാതാവണം. അതും പറഞ്ഞുണ്ണി അവിടേക്ക് വന്നു. രണ്ടുപേരും തിരിഞ്ഞു നോക്കിയപ്പോൾ ഉണ്ണിയെ കണ്ടതും അവരുടെ കണ്ണുകൾ തള്ളി. ഉണ്ണി, നീയോ? അതെ ഇന്ദ്ര, നമുക്ക് നമ്മുടെ ഏട്ടനെ ഇല്ലാതാക്കിയവരെ ഇല്ലാതാക്കണം. ഇതുവരെ അങ്ങനെ ചിന്ത എനിക്കില്ലായിരുന്നു. അന്ന് ആ കേശവൻ ഇവിടെ വന്ന് പറഞ്ഞപ്പോഴാണ് നമ്മുടെ ഏട്ടൻ്റെ മരണം ഒരു കൊലപാതകമാണെന്ന് മനസ്സിലായത്. അവരെ ഇല്ലാതാക്കണം. ഏട്ടൻ പറഞ്ഞത് ശരിയാണ്. ആദ്യം അച്ഛനോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണം. അയാൾ പറഞ്ഞതിൻ്റെ കാരണം എന്തുകൊണ്ടാണ് അയാൾ അങ്ങനെ പറഞ്ഞതെന്ന്. ചെറിയച്ഛന്മാരിപ്പോഴൊന്നും ആരെയും അറിയിക്കേണ്ട. ഈ മംഗളമൊന്ന് കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് തീരുമാനിക്കാം. അത് നീ പറഞ്ഞത് ശരിയാ. എല്ലാം കഴിഞ്ഞിട്ട് ഇതിനൊരു അവസാനം കുറിക്കാം. അല്ല ഇന്ദ്ര, ആ ലച്ചുമോളെ കാണുമ്പോൾ എനിക്ക് നമ്മുടെ രാധുവിനെ ഓർമ്മ വരുന്നത്. അതേ ചിരി, അതേ നടത്തം, ആ മുടി, അങ്ങനെ എല്ലാം ഉണ്ട്. എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട്. എൻ്റെ മാത്രം തോന്നലാകുമെന്ന് വിചാരിച്ചാണ് ആരോടും പറയാഞ്ഞത്. എന്നാലും മരിക്കുന്നതിന് മുൻപ് അവളെ ഒന്ന് കണ്ടാൽ മതിയായിരുന്നു. എൻ്റെ ചെറിയച്ഛന്മാരെ, അമ്മായിയെ നമുക്ക് കണ്ടുപിടിക്കാം. ഇപ്പം കിടന്നുറങ്ങ്. അവൻ അങ്ങനെ പറഞ്ഞതും അവരെല്ലാവരും അവരവരുടെ റൂമിലേക്ക് പോയി. പക്ഷേ ഇതെല്ലാം മുത്തശ്ശൻ വാതിലിൻ്റെ മറവിൽ നിന്നും കേട്ടിരുന്നു. ഇനിയെല്ലാം അവർ അറിയണം. ഇനി മറച്ചു പിടിച്ചിട്ട് കാര്യമില്ല. എല്ലാം അറിയണം. ഇനി എൻ്റെ ജീവൻ്റെ ആയുസ് അധിക നാളില്ല. അതിനു മുൻപ് അവരെ അറിയിക്കണം. അത് മനസ്സിൽ ഉറപ്പിച്ച് അദ്ദേഹം കണ്ണു തുടച്ച് റൂമിലേക്ക് പോയി വാതിലടച്ച് കിടന്നുറങ്ങി. നാദ് റൂമിലേക്ക് വന്നപ്പോൾ കാണുന്നത് തലയിണയും കെട്ടിപ്പിടിച്ചുറങ്ങുന്ന ശ്രീയെയാണ്. അവനും അത് അവളുടെ കയ്യിൽ നിന്നും എടുത്തു മാറ്റി അവളെയും കെട്ടിപ്പിടിച്ചുറങ്ങി. അമ്മേ, നീ എന്തായിരുന്നു കിടന്ന് നിലവിളിക്കുന്നത്? എൻ്റെ ചെവിക്ക് കുഴപ്പമില്ല. ഊർമിള കണ്ണാടിയുടെ മുന്നിൽ നിന്ന് ഒരുങ്ങുമ്പോഴാണ് ഋതു അവിടേക്ക് വന്നത്. അല്ലമ്മ, ഇതെവിടെ ഈ രാത്രി പോകുന്നത്? ഇങ്ങനെ ഒരുങ്ങിക്കെട്ടി. ഞാൻ എവിടെ പോവാ ഈ രാത്രി? അല്ല, എന്തിനെന്നെ വിളിച്ചത്? അതമ്മേ, ആ ഗോകുൽ വിളിച്ചു എടുക്കുന്നില്ല. 2 ദിവസമായി ഇങ്ങോട്ട് വന്നിട്ടും. അവൻ എന്തെങ്കിലും തിരക്കുണ്ടാകും. നീ ടെൻഷൻ അടിക്കണ്ട. നീ ഇപ്പോൾ പോയി ഉറങ്ങാൻ നോക്ക്. എനിക്ക് മനസ്സിലാകുന്നുണ്ട് അമ്മയുടെ ഒരുക്കമെല്ലാം. എല്ലാ കാലവും ഇങ്ങനെ ആരും അറിയാതെ ജീവിക്കാൻ പറ്റില്ല. അച്ഛൻ മരിച്ചിട്ടും ഈ കാമത്തിനൊരു കുറവുമില്ല അല്ലേ? പിന്നെ എങ്ങനെ ഞാൻ നന്നാവും? അമ്മയുടെ മകളല്ലേ ഞാൻ. അതിനു വേണ്ടിയല്ലേ അപ്പുവിനെ ഉറക്കുഗുളിക കൊടുത്തുറക്കുന്നത്. നീ നിന്ന് പ്രസംഗിക്കാതെ അകത്ത് പോ. എനിക്കറിയാം എന്താ വേണ്ടതെന്ന്. എല്ലാവരും അറിഞ്ഞ് അമ്മയ്ക്ക് തന്നെ അതിൻ്റെ നാണക്കേട്. അതോർത്ത് വേണം. ഇനി എന്തെങ്കിലും വന്നാൽ കൂടെ ഞാൻ ഉണ്ടാവില്ല. അവരൊന്ന് മൂളി റൂമിലേക്ക് പോയി. അപ്പോഴേക്കും ശേഖരൻ വാതിൽ തുറന്ന് അകത്തേക്ക് വന്നിരുന്നു. അവരുടെ സ്ഥിരം കലാപരിപാടി തുടങ്ങി. നാളെ സംഭവിക്കുന്നതറിയാതെ അവർ ഒന്നിച്ചു ചേർന്നു. വീടിൻ്റെ പുറത്തെ ബഹളം കേട്ട് ശേഖരൻ കണ്ണു തുറന്നത്. അയാൾ ഡ്രസ്സെല്ലാം നിലത്തുനിന്നും എടുത്തു ധരിച്ചു. ഊർമി, പുറത്തെന്താ ബഹളം? നീ ഒന്ന് പോയി നോക്ക്. ആഹാ, ശേഖരേട്ടൻ പോയി നോക്ക്, ഞാൻ ഉറങ്ങട്ടെ. നീ എന്താ ഊർമി പറയുന്നത്? ഞാനെങ്ങനെ പോവാനാ? നിനക്ക് ബുദ്ധിയില്ലേ? അപ്പോഴാണ് ഊർമിളയ്ക്ക് മനസ്സിലായത്. അവർ ബെഡിൽ നിന്നും എണീറ്റ് നിലത്തെ സാരി എടുത്ത് മഴിച്ച് പുറത്തെ വാതിൽ തുറന്നു. പുറത്തു നിൽക്കുന്ന ജനക്കൂട്ടത്തെ കണ്ടത് ഊർമിള കണ്ണു തള്ളി നിന്നു. അല്ല, എന്താ എല്ലാവരും ഇവിടേക്ക്? ആരെയും ക്ഷണിച്ചില്ലല്ലോ. ആണോ? സഹോദരിക്ക് അറിയില്ലെങ്കിൽ ഞങ്ങൾ ഓർമ്മിപ്പിച്ചു തരാം. അകത്തുള്ള ആളെ ഇങ്ങോട്ടേക്ക് ഇറക്കി വിട്. അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. നിങ്ങളെന്തീ പറയുന്നത്? ഇവിടെ ആരുമില്ല. ഞങ്ങൾ പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ. ഇവിടെ നിന്നും സ്ഥിരം വന്നു പോകുന്നത് ഞങ്ങൾ കാണാറുണ്ട്. പിന്നൊന്നും മിണ്ടാത്തത് കാര്യമാക്കണ്ട. നിനക്ക് മര്യാദക്ക് അവനെ ഇറക്കി വിടുന്നതാണ് നിനക്ക് നല്ലത്. അല്ലെങ്കിൽ ഞങ്ങൾ അകത്തേക്ക് കയറി അവനെ പിടിച്ചു കൊണ്ടുവന്ന കളി മാറും. നിങ്ങളോടല്ലേ പറഞ്ഞത് ഇവിടെ ആരുമില്ലെന്ന്? ആന്നോ? അപ്പോഴാണ് അവിടേക്ക് പോലീസ് ജീപ്പ് വന്നത്. അതിൽ നിന്നും പോലീസുകാർ ഇറങ്ങി വന്ന് വീടിൻ്റെ അകത്തിറെ ഇടിച്ചു കയറി അയാളെ പുറത്തേക്ക് കൊണ്ടുവന്നു. അല്ല, നീയല്ലേ പറഞ്ഞത് ഇവിടെ ആരുമില്ല എന്ന്? ഭർത്താവ് മരിച്ചിട്ട് നിന്റെ അസുഖം ഇപ്പോഴും മാറിയില്ലേ? പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ വന്നിരുന്നേനല്ലോ.
ദേ അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ, നിനക്കെന്തും ചെയ്യാം, ഞങ്ങൾ പറയുന്നതാണ് തെറ്റല്ലേ? സാറേ, ഇതവരുടെ സ്ഥിരം പരിപാടിയാണ്. ഇവനും ഇവളും ചേർന്നാണ് ആ പാവം ചന്ദ്രനെ കൊന്നത്. ഇവളുടെ ഒരു സഹോദരനുമുണ്ട്. ഇവൻ ഇവിടെ സ്ഥിരം വരും. ഇവരുടെ ആ ഭർത്താവിൻ്റെ ആദ്യ വിവാഹത്തിൽ ഒരു മകളുണ്ടായിരുന്നു. പാവം കൊച്ച്. ഇവൾ അവളെ ഒരുപാട് ഉപദ്രവിക്കും. ഇപ്പോൾ എവിടെയാണോ എന്തോ. പിന്നെന്താ നിങ്ങളാരും പരാതി കൊടുക്കാത്തത്? ഞങ്ങൾ ഇവർക്കെതിരെ തിരിഞ്ഞാൽ ഞങ്ങളെ തന്നെ കൊല്ലില്ല എന്താ ഉറപ്പ്? അങ്ങനെ ചെയ്യാനും മടിക്കാത്ത കൂട്ടങ്ങളാണിവർ. എടി, എന്താടി പറഞ്ഞത്? നീ പറഞ്ഞതിന് ഞാൻ വന്നിട്ട് തരുന്നുണ്ട്. നടക്കടി അങ്ങോട്ട്. നിന്നെ വിടണോ അതോ അതിൻ്റെ ഉള്ളിൽ നിർത്തണോ എന്ന് തീരുമാനിക്കുന്നത് ഞങ്ങളാ. അത് പറഞ്ഞൊരു ലേഡി കോൺസ്റ്റബിൾ അവളെ പിടിച്ചു കൊണ്ടുപോയി. അവളുടെ പുറകെ അയാളെയും കൊണ്ടുപോയി. അപ്പോഴാണ് അവിടേക്ക് അവൻ്റെ കാറ് വന്ന് നിന്നത്. അവർ സംശയത്തോടെ നോക്കി നിന്നു. ബ്ലാക്ക് ഗ്ലാസ് വെച്ച് ആരോഗ്യദൃഢമായ ചെറുപ്പക്കാരൻ അതിൽ നിന്നും ഇറങ്ങി. അവരിതുവരെ കാണാത്ത മുഖമായതുകൊണ്ട് എല്ലാവരും സംശയത്തോടെ നോക്കി നിന്നു. എടാ, ബിസിനസ് ലോകം ഭരിക്കുന്ന ഡെവിളല്ലേ അവൻ? ആരോ അങ്ങനെ പറഞ്ഞതും, ആണോ? അവനെന്തിനാ ഇങ്ങോട്ട് വന്നത്? ഇവരുമായി എന്താ ഇത്ര ശത്രുത? അപ്പം നീ അറിഞ്ഞിട്ടില്ലേ ഇവിടുത്തെ കുട്ടിയെ കെട്ടിയിരിക്കുന്നത് ഇവനല്ലേ? അവളെ ഉപദ്രവിച്ചതിനുള്ള തിരിച്ചു കൊടുക്കുന്നതാ. അങ്ങനെ പറഞ്ഞു കേട്ടതും ഊർമിളയുടെയും ശേഖരൻ്റെയും മുഖം ദേഷ്യം കൊണ്ട് വിറച്ചു. അപ്പോഴേക്കും അവൻ അവരുടെ അടുത്തെത്തിയിരുന്നു. ഞാനേ തുടങ്ങിയിട്ടേ ഉള്ളൂ. ബാക്കി ഞാൻ വഴിയെ തരുന്നുണ്ട്. നിങ്ങളുടെ അവസാനം കണ്ടിട്ടേ ഞങ്ങൾ ഇവിടെ നിന്നും മടങ്ങൂ. അവൻ അങ്ങനെ പറഞ്ഞതും അവരുടെ ദേഷ്യം കൊണ്ട് വിറച്ചു. അവർക്ക് മറുപടി പറയാൻ അവസരം കൊടുക്കാതെ പോലീസ് ജീപ്പ് അവിടെ നിന്ന് പോയി. അവൻ അവിടെ നിന്ന് പോവാൻ തിരിഞ്ഞതും അപ്പോഴാണ് വീടിൻ്റെ മുറ്റത്ത് അമ്മയെ കൊണ്ടുപോയിട്ടും ഒന്നും മിണ്ടാതെ നിൽക്കുന്ന ഹൃതികയെ കണ്ടത്. പക്ഷേ കരഞ്ഞു കലങ്ങി നിൽക്കുന്ന ആ കൊച്ചു പയ്യനെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ശ്രീയുടെ അപ്പുവാണെന്ന്. അവൻ അവരുടെ അടുത്തേക്ക് പോയി. കരയേണ്ട മോനെ, അമ്മ ഒരു തെറ്റ് ചെയ്തു, അതിനുവേണ്ടി കൊണ്ടുപോയതാണ്. നിങ്ങളാണ് എൻ്റെ അമ്മയെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിച്ചത്. അവൾ അങ്ങനെ പറഞ്ഞതും, അത് നിൻ്റെ അമ്മ ചെയ്തതിന് ഈശ്വരൻ കൊടുത്തു, അത്രമാത്രം. ആ അമ്മയുടെ മകളല്ലേ ഇങ്ങനെ കാണിക്കൂ. അതും പറഞ്ഞവൻ അവിടെ നിന്നും പോയി. തറവാട്ടിലെല്ലാവരും ഇന്ന് തിരക്കിലാണ്. അവളെ പെണ്ണ് കാണാൻ വരുന്നത് ഇന്നാണ്. എല്ലാവരുടെയും മുഖത്ത് സന്തോഷമാണെങ്കിലും ആദിയുടെ മുഖത്ത് വിഷമമായിരുന്നു. ലച്ചു അവൾക്കുള്ള ഡ്രസ്സ് കൊടുക്കാൻ പോയപ്പോഴാണ് അവൾ നിരാശയോടെ കട്ടിൽ കിടക്കുന്നത് കണ്ടത്. നീ എന്താ മോളെ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? എനിക്ക് കല്യാണം വേണ്ടേട്ടത്തി, എനിക്കൊരാളെ ഇഷ്ടമാണ്. അവൾ അങ്ങനെ പറഞ്ഞതും ലച്ചു ഞെട്ടിത്തരിച്ചു നിന്നു. ആദി ലച്ചുവിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അവൾ ആദിയുടെ തലയിൽ തലോടി ആശ്വസിപ്പിച്ചു. എന്നാ നിനക്ക് ആദ്യം തന്നെ പറയാമായിരുന്നില്ല മോളെ? എന്നാ അവരോട് വരണ്ടാന്ന് പറയാമായിരുന്നു. അല്ല, ആരാണ് അയാൾ? അതിന് ഞാൻ എൻ്റെ സ്നേഹം അയാളോട് പറഞ്ഞിട്ടില്ല. എനിക്ക് പേടിയാണ് ഏട്ടത്തി പറയാൻ. എന്നെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞ എനിക്ക് എങ്ങനെ ഒരു ഇഷ്ടം പറഞ്ഞ ഇവിടെയുള്ളവർ സമ്മതിക്കുമോ എന്നെന്താ ഉറപ്പ്? ഏട്ടത്തിക്ക് അറിയാമാളെ. എനിക്കോ? അതാരാണ്? ഞാനറിയുന്ന ആള് കണ്ണേട്ടൻ്റെ ഫ്രണ്ട് അരിയേട്ടൻ. ആദ്യം അങ്ങനെ പറഞ്ഞതും ലച്ചു ഞെട്ടി. ഏട്ടനോ? നീ എന്താ ഏട്ടനോട് നിൻ്റെ ഇഷ്ടം പറയാഞ്ഞത്? എനിക്ക് പേടിയായിട്ടാ. ഫ്രണ്ടിനെ അനിയത്തിയെ സ്നേഹിക്കുന്നത് ഏട്ടന് ഇഷ്ടമില്ല എന്ന് കരുതി ഹരിയേട്ടൻ എൻ്റെ സ്നേഹം നിരസിക്കും, അതെനിക്ക് ഉറപ്പാണ്. ആദ്യം നിൻ്റെ സ്നേഹം നീ പോയി പറ, എന്നിട്ട് തീരുമാനിക്കാം നമുക്ക് എന്താ വേണ്ടതെന്ന്. അല്ല മോളെ, എല്ലാവരും ഇന്ന് നല്ല സന്തോഷത്തിലാണ്. ഇന്നത്തെ നിൻ്റെ പെണ്ണുകാണൽ ചടങ്ങ് നടക്കുന്നത്. അതിനെതിർപ്പ് പറഞ്ഞ ഇപ്പം നീ ഒന്നും പറയണ്ട. നീ ആദ്യം ഇന്ന് കാണാൻ വരുന്നവനെ കാണാൻ പോയിക്കോ, എന്നിട്ട് ഇഷ്ടമായില്ല എന്ന് പറഞ്ഞാൽ മതി. ശരിയേട്ടത്തി. പിന്നെ ഏട്ടത്തി, ഏട്ടനത് അറിയരുത്, എനിക്ക് പേടിയാ. നീ ഇപ്പം ടെൻഷൻ അടിക്കാതെ, ഞാനുണ്ട് കൂടെ, എല്ലാം ശരിയാകും. ഇപ്പം നീ വരുന്നവരുടെ മുന്നിൽ സന്തോഷത്തോടെ നിന്ന് കൊടുക്ക്. ബാക്കി അതിനുശേഷം തീരുമാനിക്കാം. ഇപ്പം നീ മുഖം കഴുകി നല്ല കുട്ടിയായിരിക്ക്. അപ്പോഴേക്കും ഞാൻ താഴേക്ക് പോവട്ടെ അമ്മമാരെ സഹായിക്കാൻ. അത് പറഞ്ഞ് ലച്ചു അവിടെ നിന്നും അടുക്കളയിലേക്ക് പോയി. എടാ ഇന്ദ്ര, ഈ കണ്ണൻ്റെ എവിടെ പോയി? അവനെവിടെയൊന്നും കാണുന്നില്ലല്ലോ. വീട്ടിൽ നല്ല കാര്യം നടക്കുമ്പോൾ അവനിത് എവിടെയാ പോയത്? അവൻ എന്തെങ്കിലും തിരക്കുണ്ടാവും അമ്മേ. അമ്മ ടെൻഷൻ അടിക്കാതെ, അവൻ ആ സമയമാവുമ്പോഴേക്കും അവനെത്തും. അത് പറഞ്ഞ് ഇന്ദ്രൻ അവിടെ നിന്ന് പോയി. അല്ലെങ്കിൽ അമ്മയോട് സമാധാനം പറഞ്ഞ് ദേഷ്യം വരുമെന്ന് അറിയാവുന്നത് കൊണ്ട്. ലച്ചു ചെറിയമ്മമാരുടെ അടുത്തേക്ക് പോയി. അവൻ തിരക്കിട്ട ജോലിയിലായിരുന്നു. അമ്മമാരെ, ഞാൻ എന്തെങ്കിലും സഹായിക്കണോ? വേണ്ട മോളെ, നീ അകൊന്ന് വൃത്തിയാക്ക്. അതുമാത്രം നീ ചെയ്താൽ മതി. ഇതൊക്കെ ഞങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അവർ അങ്ങനെ പറഞ്ഞതും അവൾ ചൂലെടുത്ത് അകത്തേക്ക് പോയി. അവൾ ആദ്യം മുത്തശ്ശിയുടെ റൂം വൃത്തിയാക്കി. നീ എന്താ മാധവ ഇങ്ങനെ ബലം പിടിച്ചിരിക്കുന്നത്? ആ മസിലൊന്ന് അഴിച്ചൊന്ന് ഇരിക്കടൂ. എന്നിട്ട് സമാധാനത്തോടെ ഞാൻ പറയുന്നത് കേൾക്ക്. ആ നാദ്
തകരണമെങ്കിൽ അവൻ പ്രിയപ്പെട്ട ഒരാൾ എന്നേക്കുമായി ഇവിടെ നിന്ന് തന്നെ ഇല്ലാതാക്കണം. എന്നാലേ അവൻ തകരൂ. അതിനാരെയാണ് ഇല്ലാതാക്കേണ്ടത്? ഈശ്വരനാഥ് വർമ്മയെ അയാൾ ഈ ലോകത്ത് നിന്നും തന്നെ ഇല്ലാതാക്കണം. എന്നാലേ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെയെല്ലാം നടക്കൂ. പുറന്ന് ആ ഗാംഭീര്യം നിറഞ്ഞ ശബ്ദം കേട്ടതും എല്ലാവരും അവിടേക്ക് നോക്കി. രാമചന്ദ്രക്കുറുപ്പ്. അച്ഛാ? അതെ, ഞാൻ തന്നെ. നിങ്ങളൊക്കെ മരിച്ചുപോയെന്ന് കരുതിയ രാമചന്ദ്രക്കുറുപ്പ്. എന്നെ നിങ്ങൾ ഇവിടെ പ്രതീക്ഷിച്ചില്ല അല്ലേ? എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആയത് അവനാണ്. എന്തൊക്കെയാ അച്ഛ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലായില്ല. നിനക്ക് നിന്റെ പെങ്ങളുടെയും നിന്റെ മകനെയും ജീവിതം നശിപ്പിച്ചതല്ലേ അറിയൂ. എൻ്റെ ജീവിതം ഇല്ലാതാക്കിയത് അറിയില്ലല്ലോ. എൻ്റെ ഒരേ ഒരു പെങ്ങൾ മാധവിയെ സ്നേഹിച്ചു വഞ്ചിച്ചു. വേറെ വിവാഹം കഴിച്ച് അവൻ അതറിഞ്ഞപ്പോൾ അവൾ ആത്മഹത്യ ചെയ്തു. അവളുടെ അവസ്ഥ കണ്ട അച്ഛനും അമ്മയും നെഞ്ചുപൊട്ടി മരിച്ചത്. അങ്ങനെ എന്നെ അനാഥനാക്കി അവനെ ഞാൻ വെറുതെ വിടുമോ? ഇല്ലാതാക്കും അവനെ ഞാൻ. രാഘവനെ കൊണ്ട് അവളെ ആ അരുന്ധതിയെ ഇല്ലാതാക്കിയത്. പക്ഷേ ആ ദേവിനെ എനിക്ക് കൊല്ലാൻ പറ്റിയില്ല. പിന്നെ ഞാൻ അറിഞ്ഞു എൻ്റെ മകൻ കേശവൻ അവനെ തീർത്തുവെന്ന്. അയാൾ പറയുന്നത് കേട്ടതും എല്ലാവരും ഞെട്ടിത്തരിച്ചു നിന്നു. നിങ്ങൾക്കാർക്കും അറിയില്ല ഇങ്ങനെ ഒരു കഥ ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന്. അവനെ ഇല്ലാതാക്കണം, എന്നാലേ പക തീരൂ. അത് പറഞ്ഞ് അയാൾ അവിടെ നിന്ന് പോയി. എന്തൊക്കെയാണ് നമ്മൾ അറിയാതെ ഇവിടെ നടക്കുന്നത്? അപ്പോൾ അന്ന് അച്ഛനാണല്ലേ അവനെ കളത്തിലിറക്കിയത്. എന്നിട്ട് എല്ലാവരും വിചാരിച്ചത് ഞാനാണെന്ന്. നമുക്കൊന്നുകൂടെ ആ രാഘവനെ പുറത്തിറക്കണം. മാധവൻ അങ്ങനെ പറഞ്ഞു. അപ്പോൾ തന്നെ അയാളുടെ ഫോൺ അടിച്ചു. ഫോൺ എടുത്ത് നോക്കിയതും അറിയാത്ത നമ്പർ കണ്ടതും സംശയത്തോടെ കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ, ആരാ? എന്താ പറഞ്ഞത്? ദേ, അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. എൻ്റെ പെങ്ങൾ അങ്ങനെയുള്ള ആളല്ല. അതും പറഞ്ഞു മാധവൻ ഫോൺ വെച്ചു. എടാ, അവൻ കളി തുടങ്ങി. അവൻ എൻ്റെ പെങ്ങൾ. ഈ പ്രാവശ്യം ആദ്യം എനിക്ക്. ഇനി ആർക്കാണാവോ? എല്ലാവരും ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. അതും പറഞ്ഞ് അയാൾ അവിടെ നിന്നും പോയി. അയാളുടെ പുറകെ മറ്റുള്ളവരും ഇറങ്ങി പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. പോലീസ് സ്റ്റേഷൻ്റെ മുറ്റത്ത് അവരുടെ കാറ് പൊടി പരത്തി വന്നു നിന്നു. മാധവൻ സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് ഓടിപ്പോയി. അവിടെ തലയും താഴ്ത്തി നിൽക്കുന്ന പെങ്ങളെ കണ്ടതും മാധവന് ഊർമിളയുടെ അടുത്തേക്ക് പോയി. സാർ, എന്തിനാ ഇവരെ അറസ്റ്റ് ചെയ്തത്? എന്ത് തെറ്റാണ് ചെയ്തത്? കണ്ടില്ലേ, ഒരാൾ വെറുതെ ആരും അറസ്റ്റ് ചെയ്യില്ല. നിന്റെ പെങ്ങളോട് തന്നെ ചോദിച്ചു നോക്ക്. ഭർത്താവ് മരിച്ചിട്ടും കാമം ഇതുവരെ മാറാത്തവർ കാണിച്ചത് എന്താണെന്ന്. ദേ, പോലീസെന്ന് പോലും ഞാൻ നോക്കില്ല. എൻ്റെ പെങ്ങളെ പറ്റി അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. അതും പറഞ്ഞ് മാധവൻ അയാളുടെ കഴുത്തിൽ പിടിച്ചു. ഇത് കണ്ട് മറ്റു പോലീസുകാർ അയാളെ പിടിച്ചു മാറ്റി. മാധവന് ഊർമിളയുടെ അടുത്തേക്ക് പോയി. നീ വിഷമിക്കേണ്ട, നിന്നെ ഞാൻ ഇറക്കും. ഏതറ്റം വരെ പോവേണ്ട വന്നാലും ഞാൻ പോയിട്ടുണ്ടെങ്കിൽ നിന്നെ ഇറക്കിയിരിക്കും. അത് പറഞ്ഞ് എല്ലാവരും അവിടെ നിന്നും ഇറങ്ങിയതും അപ്പോൾ തന്നെ ആ സ്റ്റേഷൻ്റെ മുന്നിലേക്ക് പൊടി പരത്തിക്കൊണ്ട് BMW വന്നു. എല്ലാവരും അതിലേക്ക് തന്നെ സംശയത്തോടെ നോക്കി നിന്നു. മുടിമുകളിലേക്ക് കൈ കൊണ്ടൊതുക്കി അവൻ കാറിൽ നിന്നും ഇറങ്ങി. അവനെ കണ്ടതും എല്ലാവരുടെയും മുഖം ചുമന്നു. അവൻ അവരുടെ അടുത്തേക്ക് പോയി. ആഹാ, എല്ലാവരും എത്തിയല്ലോ. അപ്പം നമ്മുടെ കളി തുടങ്ങിയല്ലേ? ഞാൻ കളി തുടങ്ങിയിട്ടേ ഉള്ളൂ. ആണോ? നീ കളിക്ക്. കളിച്ചു മടുക്കുമ്പോൾ പറ, അപ്പം ഞങ്ങൾ കളിക്കാം. ആണോ? എടോ രാമേന്ദ്രക്കുറുപ്പേ, നീ എന്താ വിചാരിച്ചത്? ഒളിച്ചിരുന്ന് കളിച്ചാൽ ഞാൻ അറിയില്ല എന്നോ? നിന്നെ പുറത്തേക്ക് കൊണ്ടുവരാനാണ് ഞാൻ ഇങ്ങനെ കളി കളിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും എത്തിയല്ലോ. ഡോ, നീ കളിച്ചോ? അത് പറഞ്ഞവരെല്ലാവരും അവിടെ നിന്നും ഇറങ്ങിപ്പോയി. അവൻ ആ ഓഫീസറെ കണ്ടു മടങ്ങി. അവൾ മുത്തശ്ശൻ്റെ അടുത്തേക്ക് പോകും തോറും ഹൃദയം മിടിക്കാൻ തുടങ്ങി. അവൾ അവിടെ എത്തിയതും ആ ഫോട്ടോയിലുള്ള ആളെ കണ്ടതും അവൾ ഞെട്ടിത്തരിച്ചു നിന്നു. അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീരിറ്റു വീണു.